സൂര്യ. വെൽക്കം ടു അവർ ചാനൽ മിലിന്ദ PSC. ഇത് നമ്മൾ ഭൂമിയുടെ ഘടന എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അതായത് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ഭൂമിയുടെ ഘടനയാണ്. അതായത് ഭൂമിയുടെ ഘടന എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള പാളി ഏതാണ്? ഭൂവൽക്കമാണ്. ഇനി അതുപോലെ അത് കഴിഞ്ഞിട്ടുള്ളത് ഭൂവൽക്കത്തിന് തൊട്ട് താഴെ ഏതാണ്? ബഹിരാവരണം അല്ലെങ്കിൽ മാന്റിൽ. ഇനി അതിന് താഴെ ഏറ്റവും താഴെയായിട്ട് ഏതാണ്? കാമ്പ്. എന്താണ് ഏറ്റവും താഴെയായിട്ട്? കാമ്പ് അല്ലെങ്കിൽ എന്താണ്? കോർ എന്നറിയപ്പെടുന്നു. ഇങ്ങനെ 3 പാളികളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. അതായത് ഏറ്റവും പുറത്തുള്ള പാളിയാണ് ഭൂവൽക്കം. അതായത് നമ്മുടെ ഭൂമിയാണെങ്കിൽ ഇതിന്റെ ഏറ്റവും പുറത്തുള്ള പാളിയാണ് ഭൂവൽക്കം. ഈ പാളിയാണ് ഭൂവൽക്കം. എന്താണ്? ഈ ഏറ്റവും പുറത്തുള്ള പാളിയാണ് ഭൂവൽക്കം അല്ലെങ്കിൽ എന്താണ്? ക്രസ്റ്റ് എന്നറിയപ്പെടുന്നു. ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ്. ഇനി ഇതിന്റെ തൊട്ട് താഴെയായിട്ടുള്ളത് ഏതാണ്? മാന്റിൽ അല്ലെങ്കിൽ എന്താണ്? ബഹിരാവരണം എന്ന് പറയുന്നത്. എന്താണ്? ഇതിന്റെ തൊട്ട് താഴെയായിട്ടുള്ള പാളിയാണ് മാന്റിൽ അല്ലെങ്കിൽ എന്താണ്? ബഹിരാവരണം. ബഹിരാവരണം അല്ലെങ്കിൽ എന്താണ്? മാന്റിൽ അല്ലെങ്കിൽ എന്താണ്? ബഹിരാവരണം. ഇനി ഏറ്റവും ഉള്ളിലായിട്ടുള്ള പാളിയാണ് ഇതാണ് എന്ത്? കാമ്പ് അല്ലെങ്കിൽ എന്താണ്? കോർ. കാമ്പ് അല്ലെങ്കിൽ എന്താണ്? കോർ. ഇങ്ങനെ ഭൂമിക്ക് എത്രയാണ്? 3 പാളികളാണുള്ളത്. ഏറ്റവും പുറത്തുള്ള പാളി ഏതാണ്? ഭൂവൽക്കമാണ്. അതിന് തൊട്ട് താഴെയായിട്ട് ബഹിരാവരണം അല്ലെങ്കിൽ എന്താണ്? മാന്റില്. ഏറ്റവും ഉള്ളിലായിട്ട് കാമ്പ് അല്ലെങ്കിൽ എന്താണ്? കോർ. ഇങ്ങനെ എന്താണ്? 3 പാളികളാണുള്ളത്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് പഠിക്കാം. അപ്പൊ ആദ്യം തന്നെ ഏതാണ്? ഭൂവൽക്കം അല്ലെങ്കിൽ എന്താണ്? ക്രസ്റ്റ്. അപ്പൊ ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള പാളിയാണ് ഭൂവൽക്കം. അതായത് ഏറ്റവും പുറത്തുള്ള താരതമ്യേന നേർത്ത ഒരു പാളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭൂവൽക്കം അല്ലെങ്കിൽ എന്താണ്? ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് ഏകദേശം 40 കിലോമീറ്റർ കനമാണുള്ളത്. എത്രയാണ്? 40 കിലോമീറ്റർ കനമാണ് ഇതിന് ഏകദേശം ഉള്ളത്. ഇനി ഇതിൽ തന്നെ എന്താണ്? ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്ന പാളി ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? ഭൂവൽക്കമാണ്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന് അറിയപ്പെടുന്നു. ഇത് കൂടാതെ എന്താണ്? ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ഭൂവൽക്കമാണ്. അതായത് എന്താണ്? ഭൂമിയുടെ താരതമ്യേന ഏറ്റവും നേർത്ത പുറംപാളിയാണ് ഭൂവൽക്കം. അതായത് ഏകദേശം കനം എത്രയാണ്? 40 കിലോമീറ്റർ ആണ്. ഇനി ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്നതും ഏതാണ്? ഭൂവൽക്കമാണ്. എന്താണ് അറിയപ്പെടുന്നത്? ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന് അറിയപ്പെടുന്നു. ഇനി ഇത് കൂടാതെ ശിലകളുടെയും അതുപോലെ ധാതുക്കളുടെയും കലവറ എന്നറിയപ്പെടുന്നത് എന്താണ്? ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്നറിയപ്പെടുന്നതും ഏതാണ്? ഭൂവൽക്കമാണ്. ഇനി ഈ ഭൂവൽക്കത്തിന് നമുക്ക് എന്താണ്? 2ആയിട്ട് തിരിക്കാം. അതായത് എന്താണ്? വൻകര ഭൂവൽക്കം എന്നും അതുപോലെ എന്താണ്? സമുദ്ര ഭൂവൽക്കം എന്നും. എങ്ങനെയൊക്കെയാണ് ഭൂവൽക്കത്തിനെ നമുക്ക് എങ്ങനെയാണ്? വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും തിരിക്കാം. എങ്ങനെയാണ്? വൻകര ഭൂവൽക്കം അതുപോലെ സമുദ്ര ഭൂവൽക്കം. അപ്പൊ എന്താണ്? 2ആയിട്ട് നമ്മൾ തിരിച്ചു ഏതൊക്കെയാണ്? വൻകര ഭൂവൽക്കം അതുപോലെ സമുദ്ര ഭൂവൽക്കം. അതായത് ഈ വൻകര ഭൂവൽക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇത് സിയാൽ എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സിയാൽ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സിലിക്കൺ അതുപോലെ അലൂമിനിയ എന്നീ ധാതുക്കളാൽ നിർമ്മിതമായിട്ടുള്ളതിനാലാണ് ഈ വൻകര ഭൂവൽക്കത്തിനെ നമ്മൾ സിയാൽ എന്ന് വിളിക്കുന്നത്. എന്തൊക്കെയാണ്? സിലിക്കൺ അതുപോലെ അലുമിനിയ എന്നീ ധാതുക്കളാൽ നിർമ്മിതമായതിനാൽ വൻകര ഭൂവൽക്കത്തിനെ നമ്മൾ സിയാൽ എന്ന് വിളിക്കുന്നു. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിനെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? സിമ എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? സിമ. ഇങ്ങനെ വിളിക്കാൻ കാരണം എന്താണ്? സിലിക്കൺ അതുപോലെ മഗ്നീഷ്യം എന്നീ ധാതുക്കളാൽ നിർമ്മിതമായതിനാലാണ് സമുദ്ര ഭൂവൽക്കത്തിനെ നമ്മൾ സിമ എന്ന് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? സിമ എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണ്? സിലിക്കൺ അതുപോലെ മഗ്നീഷ്യം എന്നീ ധാതുക്കളാലാണ് സമുദ്ര ഭൂവൽക്കം നിർമ്മിതമായിരിക്കുന്നത്. ഇനി ഇതിന്റെ രണ്ടിന്റെയും ഏകദേശം കനം എത്രയാണെന്ന് നമുക്ക് നോക്കാം. അതായത് വൻകര ഭൂവൽക്കത്തിന്റെ അല്ലെങ്കിൽ സിയാലിന്റെ ഏകദേശ കനം എത്രയാണെന്ന് വെച്ചാൽ 60 കിലോമീറ്റർ ആണ്. എത്രയാണ്? 60 കിലോമീറ്റർ ആണ് ഇതിന്റെ ഏകദേശ കനം എന്ന് പറയുന്നത്. ഇനി സമുദ്ര ഭൂവൽക്കത്തിന്റെ അല്ലെങ്കിൽ സിമയുടെ ഏകദേശം കനം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 20 കിലോമീറ്റർ ആണ്. എത്രയാണ്? 20 കിലോമീറ്റർ. അപ്പൊ എന്താണ്? വൻകര ഭൂവൽക്കത്തിന്റെ കനം എത്രയാണ്? ഏകദേശം 60 കിലോമീറ്റർ ആണ്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന്റെ ഏകദേശ കനമാണെങ്കിൽ 20 കിലോമീറ്റർ ആണ്. എന്നാൽ ഭൂവൽക്കത്തിന്റെ ഏകദേശ കനം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 40 കിലോമീറ്റർ ആണ്. എന്താണ്? ഭൂവൽക്കത്തിന്റെ ഏകദേശം കനം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്?
40 കിലോമീറ്റർ ആണ്. ഇതിൽ തന്നെ എന്താണ് വൻകര ഭൂവൽക്കത്തിന്റെ എത്രയാണെന്ന് വെച്ചാൽ ഏകദേശം 60 കിലോമീറ്ററും സമുദ്ര ഭൂവൽക്കത്തിന്റെ എത്രയാണെന്ന് വെച്ചാൽ ഏകദേശം 20 കിലോമീറ്ററുമാണ്. അപ്പൊ നമ്മൾ എന്താണ് ആദ്യത്തെ പാളിയായിട്ടുള്ള ഭൂവൽക്കത്തിനെ പറ്റിയാണ് പറഞ്ഞത്. അതായത് ഭൂമിയുടെ എന്താണ് താരതമ്യേന നേർത്ത പാളിയാണ് ഭൂവൽക്കം. അതായത് ഏകദേശം എത്രയുള്ളൂ 40 കിലോമീറ്റർ കനമേ ഉള്ളൂ. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത് ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന് അറിയപ്പെടുന്നു. ഇത് കൂടാതെ എന്താണ് ശിലകളുടെയും അതുപോലെ എന്താണ് ധാതുക്കളുടെയും കലവറ എന്ന് അറിയപ്പെടുന്നു. ഇനി ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നത് ഏതാണ് മാന്റിലാണ്. ഇതിന് മുന്നേയായിട്ട് നമ്മുടെ ഭൂവൽക്കത്തിനെയും അതുപോലെ മാന്റിൽ എന്താണ് ബഹിരാവരണത്തിനെയും വേർതിരിക്കുന്ന ഒരു അതിർവരമ്പ്. ഇതിന് നമ്മൾ എന്താണ് പറയുക മൊഹറോവിസിക് വിച്ഛിന്നത അല്ലെങ്കിൽ എന്താ പറയാ മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയാം. എന്താണ് മൊഹറോവിസിക് വിച്ഛിന്നത അല്ലെങ്കിൽ എന്താ പറയാ മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയാം. അപ്പൊ ഇതെന്താണ് അതായത് ഭൂവൽക്കത്തിനെയും അതുപോലെ ബഹിരാവരണത്തിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു അതിർവരമ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മൊഹറോവിസിക് വിച്ഛിന്നത അല്ലെങ്കിൽ എന്താ പറയാ മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയാം. ഇനി അടുത്ത പാളി ഏതാണ് ബഹിരാവരണം അല്ലെങ്കിൽ എന്താണ് മാന്റിൽ. അടുത്ത ഏതാണ് ബഹിരാവരണം അല്ലെങ്കിൽ മാന്റിലാണ്. അതായത് ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായിട്ടുള്ളതാണ് മാന്റിൽ എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായിട്ടുള്ളതാണ് മാന്റിൽ അല്ലെങ്കിൽ എന്താണ് ബഹിരാവരണം എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇതെന്താണ് ഇത് 2 ടൈപ്പ് ഉണ്ട്. അതായത് മാന്റിലിനെ നമുക്ക് എന്ത് ചെയ്യാം രണ്ടായിട്ട് തിരിക്കാം. അതായത് മാന്റിലിന്റെ മുകൾ ഭാഗത്തിന് നമുക്ക് എങ്ങനെ പറയാം ഉപരി മാന്റിൽ എന്ന് പറയാം. എന്താണ് പറയാൻ പറ്റുക ഉപരി മാന്റിൽ എന്ന് പറയാം. ഇനി താഴെ ഭാഗത്തിന് അതായത് ഉപരിമാന്റിലിന്റെ അടിയിലായിട്ടുള്ള ഭാഗത്തിന് നമുക്ക് എന്ത് പറയാം അധോ മാന്റിൽ എന്ന് പറയാം. ഏതൊക്കെയാണ് മാന്റിലിന്റെ മുകൾ ഭാഗത്തിന് നമ്മൾ എന്താണ് പറയുന്നത് ഉപരി മാന്റിൽ എന്ന് പറയുന്നു. ഇനി അതുപോലെ മാന്റിലിന്റെ ഉപരിമാന്റിലിന്റെ അടിയിലായിട്ടുള്ള ഭാഗത്തിന് നമ്മൾ എന്താണ് പറയുന്നത് അധോ മാന്റിൽ എന്ന് പറയുന്നു. അതായത് ഈ ഉപരിമാന്റിൽ എന്താണ് ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ് ഖരാവസ്ഥയിൽ അതായത് എന്താണ് സിലിക്കൺ സംയുക്തങ്ങളാൽ നിർമ്മിതമാണ് ഉപരിമാന്റിൽ. എന്താണ് സിലിക്കൺ സംയുക്തങ്ങളാൽ നിർമ്മിതമാണ് ഉപരിമാന്റിൽ. അതുകൊണ്ട് തന്നെ ഇതെന്താണ് ഖരാവസ്ഥയിലാണ്. എന്നാൽ അതിന് തൊട്ട് താഴെയുള്ളതാണ് അധോ മാന്റിൽ. ഇപ്പൊ ഈ അധോ മാന്റിൽ എന്താണ് അതായത് ഒരു അർദ്ധ ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ് ഉപരിമാന്റിന് അടിയിലായിട്ടാണ് അധോ മാന്റിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതെന്താണ് ഒരു അർദ്ധ ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എന്താണ് ബഹിരാവരണം അല്ലെങ്കിൽ മാന്റിലിനെ നമുക്ക് എങ്ങനെയൊക്കെ തിരിക്കാം ഉപരിമാന്റിൽ. ഏതൊക്കെയാണ് ഉപരിമാന്റിൽ അതുപോലെ എന്താണ് അധോ മാന്റിൽ ഉപരിമാന്റിൽ അതുപോലെ അധോ മാന്റിൽ. ഇതിലെന്താണ് ഉപരിമാന്റിൽ എന്താണ് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇങ്ങനെ ഖരാവസ്ഥയിൽ കാണപ്പെടാൻ കാരണം എന്താണ് ഇത് സിലിക്കൺ സംയുക്തങ്ങളാലാണ് നിർമ്മിതമായിരിക്കുന്നത്. ഇനി അധോ മാന്റിലാണെങ്കിൽ എന്താണ് അർദ്ധ ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാളിയായിട്ടുള്ള ബഹിരാവരണം അല്ലെങ്കിൽ മാന്റിൽ. ഇനി ഇത് കൂടാതെ മാന്റിലിന്റെ ഏകദേശം കനം എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് എന്താണ് മാന്റിലിന്റെ ഏകദേശം കനം എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂവൽക്കത്തിന് തൊട്ട് താഴെ മുതൽ ഏകദേശം 2900 കിലോമീറ്റർ വരെയാണ്. എന്താണ് ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായിട്ട് ഏകദേശം 2900 കിലോമീറ്റർ വരെയാണ് മാന്റിലിന്റെ കനം എന്ന് പറയുന്നത്. എത്രയാണ് ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായിട്ട് ഏകദേശം 2900 കിലോമീറ്റർ വരെയാണ് മാന്റിലിന്റെ ഏകദേശം കനം എന്ന് പറയുന്നത്. ഇനി മാന്റിൽ കഴിഞ്ഞിട്ട് അതായത് ഈ ബഹിരാവരണം അല്ലെങ്കിൽ മാന്റിൽ കഴിഞ്ഞിട്ട് അടുത്തത് ഏതാണ് കാമ്പ് അല്ലെങ്കിൽ ഏതാണ് കോറാണ്. ഇതിനിടയിൽ ഒരു അതിർവരമ്പുണ്ട്. എന്തിനൊക്കെയാണ് മാന്റിലിനും കോറിനും ഇടയിൽ ഒരു അതിർവരമ്പുണ്ട്. ഈ അതിർവരമ്പിനെ നമ്മൾ എന്താണ് പറയുക ഗുട്ടൻബർഗ് വിച്ഛിന്നത അല്ലെങ്കിൽ എന്ത് പറയാം ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയാം. എന്താണ് പറയുക ഗുട്ടൻബർഗ് വിച്ഛിന്നത അല്ലെങ്കിൽ എന്ത് പറയാം ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയാം. അതായത് ഏത് അതിർവരമ്പിനെയാണ് നമ്മൾ പറയുന്നത് ബഹിരാവരണത്തിന്റെയും അതുപോലെ കാമ്പിന്റെ ഇടയിലായിട്ടുള്ള ഒരു അതിർവരമ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ എന്താണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്ന് പറയാം. ഇനി നമുക്ക് അടുത്ത പാളി ഏതാണ് കാമ്പ്. അതായത് എന്താണ് ഭൂമിയുടെ കേന്ദ്ര ഭാഗത്തിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത് കാമ്പ് അല്ലെങ്കിൽ കോർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഏകദേശം കനം എത്രയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് അതായത് 2900 കിലോമീറ്റർ. അതായത് നമ്മൾ എവിടെയാ പറഞ്ഞത് ബഹിരാവരണത്തിന് എത്രയാണ് 2900 കിലോമീറ്റർ വരെയുണ്ട്. അതിനുശേഷം അതായത് 2900 കിലോമീറ്റർ മുതൽ അതായത് 2900 കിലോമീറ്റർ വരെ ഏതാണ് മാന്റിലാണ്. ഇനി അതിന് താഴോട്ടേക്ക് എത്രയാണ് 6371 കിലോമീറ്റർ വരെ. എത്രയാണ് അതായത് 2900 കിലോമീറ്റർ വരെ മാന്റിലാണ്. അതിന് താഴേക്ക് എത്രയാണ് 6371 കിലോമീറ്റർ വരെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുക കാമ്പ് അല്ലെങ്കിൽ എന്താണ് കോർ എന്ന് പറയുക. അപ്പൊ ഇതിന്റെ കനം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ് 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ്.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതായത് കാമ്പ് അല്ലെങ്കിൽ കോറിനെയും എന്താണ് രണ്ടായിട്ട് തിരിക്കാം. എങ്ങനെയൊക്കെയാണ്, അതായത് പുറക്കാമ്പ് അതുപോലെ അകക്കാമ്പ്. ഏതൊക്കെയാണ്? പുറക്കാമ്പ്, പുറക്കാമ്പ് അതുപോലെ എന്താണ് അകക്കാമ്പ്. ഏതൊക്കെയാണ്? പുറക്കാമ്പ് അതുപോലെ അകക്കാമ്പ്. അതായത് ഈ പുറക്കാമ്പിൽ എന്താണ് പദാർത്ഥങ്ങളൊക്കെ എന്താണ് ഉരുകിയിട്ട് എന്താണ് ഒരു ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെയാണ്? ഒരു ദ്രാവകാവസ്ഥയിലാണ് പുറക്കാമ്പിൽ വസ്തുക്കളൊക്കെ സ്ഥിതി ചെയ്യുന്നത്, അല്ലെ പദാർത്ഥങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അകക്കാമ്പിലാണെങ്കിലോ, അകക്കാമ്പിൽ ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എന്താണ് ദ്രാവകാവസ്ഥയിലാണ് പുറക്കാമ്പിൽ സ്ഥിതി ചെയ്യുന്നത്, എന്നാൽ അകക്കാമ്പിൽ എത്തുമ്പോൾ എന്താണ് ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ കാരണം എന്താണ്? ഭൂമിയുടെ കേന്ദ്രഭാഗത്തുണ്ടാകുന്ന ഉയർന്ന മർദ്ദം കാരണമാണ് ഈ അകക്കാമ്പിന് ഖരാവസ്ഥയിൽ ഉണ്ടാകാനുള്ള കാരണം. അപ്പൊ എന്താണ്? അകക്കാമ്പ് ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ കേന്ദ്രഭാഗത്തുണ്ടാകുന്ന ഉയർന്ന മർദ്ദമാണ്. ഇനി ഇതുപോലെ ഈ കാമ്പിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതായത് എന്താണ്? പ്രധാനമായിട്ടും എന്താണ് നിക്കൽ അതുപോലെ ഇരുമ്പ്. എന്തൊക്കെയാണ്? നിക്കലും ഇരുമ്പും കൊണ്ടാണ് കാമ്പ് നിർമ്മിതമായിട്ടുള്ളത്. എന്തുകൊണ്ടൊക്കെയാണ്? നിക്കൽ അതുപോലെ എന്താണ് ഇരുമ്പ്. അപ്പം നിക്കലും അതുപോലെ എന്താണ് ഇരുമ്പ്, ഈ രണ്ട് ധാതുക്കൾ കൊണ്ടാണ് കാമ്പ് നിർമ്മിതമായിരിക്കുന്നത്. ഏതൊക്കെ കൊണ്ടാണ്? നിക്കല് അതുപോലെ ഇരുമ്പ്. ഇതുകൊണ്ട് തന്നെ കാമ്പ് നിഫെ എന്നറിയപ്പെടുന്നുണ്ട്. എന്താണ് അറിയപ്പെടുന്നത്? നിഫെ എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പം നിഫെ എന്ന് അറിയപ്പെടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാമ്പാണ്. ഇതിന്റെ കാരണം എന്താണ്? നിക്കൽ അതുപോലെ ഇരുമ്പ് ഈ ധാതുക്കൾ കൊണ്ടാണ് കാമ്പ് നിർമ്മിതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നിഫെ എന്ന് അറിയപ്പെടുന്നു. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? നിഫെ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? 3 പാളികളെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ പാളി ഏതായിരുന്നു? ഭൂവൽക്കമാണ്. രണ്ടാമത്തത് ബഹിരാവരണമാണ്. മൂന്നാമത്തത് ഏതാണ്? കാമ്പാണ്. ഇനി ഇതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മളിപ്പം ഇതിനെ നമുക്ക് 2 പാളികളായിട്ട് തിരിക്കാം. എങ്ങനെയൊക്കെയാണ്? ലിത്തോസ്ഫിയർ എന്നും അസ്തനോസ്ഫിയർ എന്നും. എന്താണ്? ഈ 3 പാളികളെ നമുക്ക് വേറെ 2 പാളികളായിട്ട് പറയാം. എങ്ങനെയൊക്കെയാണ്? ലിത്തോസ്ഫിയർ എന്നും അതുപോലെ എന്താണ് അസ്തനോസ്ഫിയർ എന്നും. അതായത് ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഭാഗമാണ് നമുക്ക് നോക്കാം. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് ഭൂവൽക്കം മുതൽ നമ്മുടെ ബഹിരാവരണത്തിന്റെ ഉപരിമാൻഡിൽ വരെയുള്ള ഭാഗം. എന്താണ്? ഭൂവൽക്കം മുതൽ ഉപരിമാൻഡിൽ വരെയുള്ള, അതായത് ഈ ഭൂവൽക്കം തൊട്ടിട്ട് ഈ മാൻഡിലിന്റെ ഉപരിമാൻഡിൽ വരെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ എന്താണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. എന്താണ്? ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ എന്താണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഇനി അതിന് താഴെയായിട്ട്, അതായത് ഈ ഉപരിമാൻഡിലിന് താഴെയായിട്ട് കോർ വരെയുള്ള ഈ ഭാഗമില്ലേ, ഇവിടെ എന്താണ് പദാർത്ഥങ്ങളൊക്കെ എന്താണ് ഉരുകിയ ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക. അതായത് ദ്രാവകാവസ്ഥയിലാണ് ഉണ്ടാവുക. ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്? അസ്തനോസ്ഫിയർ എന്നാണ് പറയാ. അതായത് എന്താണ്? ഈ ഉപരിമാൻഡിലിന് താഴോട്ടുള്ള ഭാഗത്തിന് നമ്മൾ എന്താണ് പറയാ? അസ്തനോസ്ഫിയർ എന്നാണ് പറയുക. അപ്പൊ നമുക്ക് എന്താണ്? ഭൂമിയിൽ 3 പാളികളാണുള്ളത്. ഭൂവൽക്കം, ബഹിരാവരണം അതുപോലെ കാമ്പ്. ഇതിൽ നമ്മൾ എന്താണ് വേറെ 2 പാളികളായിട്ട് പറയുന്നു. എങ്ങനെയൊക്കെയാണ്? ലിത്തോസ്ഫിയർ അതുപോലെ അസ്തനോസ്ഫിയർ. അതായത് ലിത്തോസ്ഫിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഭൂവൽക്കവും അതുപോലെ എന്താണ് ഉപരിമാൻഡിലും ചേരുന്ന ഭാഗം. ഇനി അതിന് താഴോട്ടുള്ള ഭാഗം എന്താണ്? അസ്തനോസ്ഫിയർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഭൂമിയുടെ ഘടനയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഭൂമിയുടെ ഘടനയെ പറ്റി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് എങ്ങനെയാണ്? അതായത് മനുഷ്യൻ ഇന്നും എന്താണ് ഭൂമിയുടെ 12 കിലോമീറ്റർ വരെ ആഴത്തിലേ പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ നമുക്ക് ഇന്നും വിവരങ്ങൾ ലഭിക്കുന്നത് എങ്ങനെയാണ്? അതായത് അഗ്നിപർവ്വതങ്ങളിലൂടെയൊക്കെ എന്താണ് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരുന്ന വസ്തുക്കളെ കുറിച്ച് പഠിച്ചിട്ട്, അതുപോലെ ഗനികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിലൂടെ. എങ്ങനെയാണ്? ഗനികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിലൂടെ. അതുകൂടാതെ ഈ ഭൂകമ്പ സമയത്തൊക്കെ വരുന്ന തരംഗങ്ങളില്ലേ, അതിന്റെ ചലനങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിട്ട്. എങ്ങനെയൊക്കെയാണ്? അതായത് നമുക്ക് ഈ ഭൂമിയുടെ ഘടനയെ പറ്റി വിവരങ്ങൾ ലഭിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അഗ്നിപർവ്വത സമയത്ത് എന്താണ് ഭൂമിയുടെ പുറത്തോട്ട് വരുന്ന പദാർത്ഥങ്ങളെ കുറിച്ചുള്ള പഠനത്തിലൂടെ, അതുപോലെ ഗനികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിലൂടെ. എന്താണ്? ഗനികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിലൂടെ. പിന്നെ എന്താണ്? ഭൂകമ്പ സമയത്ത് വരുന്ന തരംഗങ്ങളുടെ ചലനത്തെ കുറിച്ചുള്ള പഠനത്തിലൂടെ. ഇങ്ങനെയാണ് നമ്മൾ ഭൂമിയുടെ ഘടനയെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്കിന്ന് ഭൂമിയുടെ ഘടന എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക.